ഹൈ ഓൾ ഐ+ന്റെ HSST കെമിസ്ട്രി വെബിനാറിലേക്ക് സ്വാഗതം. രാഹുൽ സാറാണ് ഇന്നത്തെ വെബിനാർ ലീഡ് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്കറിയാം HSST കെമിസ്ട്രിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷനുള്ള കൂട്ടത്തിൽ ഡിസംബർ 31 PSC അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. എല്ലാവരും ഇതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ജസ്റ്റ് ആ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയും. നമ്മൾ വെബിനാറിലെ നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ പറയും. അതിനുശേഷം NVTയുടെ നോട്ടിഫിക്കേഷന്റെ കാര്യം ഒന്ന് സൂചിപ്പിച്ച ശേഷം ഒരു സിലബസ് അനാലിസിസ്, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ ആദ്യം ഒന്ന് പറയാം. ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ. കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ പോസ്റ്റ് ആണ്, സീനിയർ അല്ല, ജൂനിയർ പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജൂനിയർ ആണ്. ശരിക്കും HSST എന്ന് പറഞ്ഞാൽ ജൂനിയർ പോസ്റ്റ് ആണ് കൂടുതൽ വേക്കൻസികൾ വരുന്നത്. അപ്പൊ ജൂനിയർ പോസ്റ്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 719/2025. നല്ല സാലറി സ്കെയിലുള്ള 45,600 മുതൽ 95,600 വരെയുള്ള മികച്ച സാലറി സ്കെയിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, തൊട്ട് മുന്നത്തെ HSST കെമിസ്ട്രി റാങ്ക് ലിസ്റ്റിൽ നിന്ന് കുറെ അധികം ആളുകളെ ഒരുമിച്ച്, ഒരു കേസിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് മാറിയ ഉടനെ കുറെ അധികം ആളുകൾ ഒരുമിച്ച് എടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നാണ് ഇപ്പോൾ വരുന്നത്. ആ റാങ്ക് ലിസ്റ്റ് ഉടനെ തന്നെ എക്സ്പയർഡ് ആവും. അതിനുശേഷം പുതിയൊരു റാങ്ക് ലിസ്റ്റ് ഈ ഒരു പരീക്ഷ നടത്തി. നമുക്കറിയാം, ഈ പരീക്ഷ 2026 മെയ് ജൂൺ ആ ഒരു സ്ലോട്ടിലേക്കാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. മെയ് ജൂൺ ജൂലൈ ഈ 3 മാസങ്ങളിൽ ഒന്നില് ഈ പരീക്ഷ വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ജൂണിലായിരിക്കാം. അപ്പോ ഒരു 5 മാസം നമ്മുടെ മുന്നിലുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. 5 മാസമേ ഉള്ളൂ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം. അപ്പോൾ ആ പരീക്ഷ നടന്ന് പിന്നെ അതിന്റെ ഇന്റർവ്യൂ നടക്കണം. എന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേന് 2026 അല്ലെങ്കിൽ 2027 ആയിരിക്കും അതിന്റെ റാങ്ക് ലിസ്റ്റ് പിന്നീട് ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അന്ന് മുതലുള്ള വേക്കൻസികൾ നമ്മുടെ ഈ ഒരു വെബിനാർ, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പിന്നീട് എടുക്കുക. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ദെൻ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നമുക്കറിയാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് 40 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 40 വയസ്സ് വരെ ഉള്ളവർക്ക്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ, SC/ST OBC ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ 3 വർഷവും 5 വർഷവും ഒക്കെ കിട്ടുന്നതുമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. കാരണം PSCയുടെ പ്രൊഫൈലിൽ അത് ആക്റ്റീവ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. അതിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സംഗതി തന്നെയാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണ്. PG ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ MSc കെമിസ്ട്രി 50% മാർക്ക് ഉണ്ടാവണം. പിന്നീട് എന്ത് വേണം? B.Ed വേണം. PG വേണം, B.Ed വേണം. സബ്ജക്റ്റിൽ തന്നെ B.Ed വേണം. അതില്ലാത്തവരുടെ, ആ സബ്ജക്റ്റിൽ തന്നെ B.Ed ഇല്ലാത്തവർ വരുവാണെങ്കിൽ മറ്റു സബ്ജക്റ്റിൽ നിന്ന് B.Ed ഉള്ളവരെ പരിഗണിക്കുള്ളൂ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ദെൻ സെറ്റ് ഉണ്ടാവണം. അതാണ് മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ. സെറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. ദെൻ M.Ed ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ PhD MPhil ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് വേണ്ട. അത് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് അത് പരിഗണിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നോൺ ക്വാളിഫയിങ് MPhil, നോൺ ക്വാളിഫയിങ് PhD. MPhil ഉണ്ടെങ്കിൽ 2 മാർക്ക്, PhD ഉണ്ടെങ്കിൽ 4 മാർക്ക്, MPhil PhD ഉണ്ടെങ്കിൽ 5 മാർക്ക്, പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ 2 മാർക്ക്. ഇത് നോൺ ക്വാളിഫയിങ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നോൺ ക്വാളിഫയിങ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ സെറ്റ് ഇല്ല നിങ്ങൾക്ക്, പക്ഷേ PhD ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ MPhil ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത്തരം സാഹചര്യത്തിൽ MPhil എന്നുള്ളത് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെ? സെറ്റിന് ഇക്വലന്റ് ആയിട്ടാണ് അത് പരിഗണിക്കുക. അത്തരം സാഹചര്യങ്ങളിൽ ഈ 2 മാർക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അതേസമയം സെറ്റും ഉണ്ട്, B.Ed PG ഉണ്ട്, അതിന് പുറമെയാണ് നിങ്ങൾക്ക് MPhil, അതിന് പുറമെയാണ് നിങ്ങൾക്ക് PhD ഉള്ളതെങ്കിൽ എന്ത് കിട്ടും? ഈ മാർക്ക് കിട്ടും. ഇത് ഉള്ളവരെ സംബന്ധിച്ച് ഈ മാർക്ക് അഡീഷണൽ കിട്ടും. ഇനി ഇല്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുന്നത്തെ വർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരം അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തവർ തന്നെയാണ് ടോപ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട. നമുക്ക് നന്നായിട്ട് പഠിക്കുക, എഴുതി മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. എഴുത്ത് പരീക്ഷയുടെ മാർക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രോമിനൻസ് ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കുക. MPhil PhD ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക് കിട്ടും. അതുള്ളവരെ സംബന്ധിച്ച് അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് മാത്രം കണക്ക് കൂട്ടിയാൽ മതി. ഇതിന് പുറമെ PG വെയിറ്റേജും കൂടെ ഉണ്ട്. PG വെയിറ്റേജ് നമുക്കറിയാം ഇപ്പോൾ വലിയ വ്യത്യാസങ്ങൾ വരുത്തില്ല. 80% മേളിലാണെങ്കിൽ നിങ്ങൾക്ക് PGക്ക് 80% മേളിലാണെങ്കിൽ 20 മാർക്ക് കിട്ടും. 60 to 80 ആണെങ്കിൽ 18 മാർക്ക് കിട്ടും. അതിന്റെ താഴെ ആണെങ്കിൽ 50 to 60 ആണെങ്കിൽ 16 മാർക്ക് കിട്ടും. അങ്ങനെ രണ്ട് മാർക്കിന്റെ ഡിഫറൻസേ സൃഷ്ടിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് വലിയ പ്രശ്നമല്ല. അപ്പോൾ അതും നേരത്തെയൊക്കെ അത് വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ അത് അത്ര വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നില്ല. പിന്നീട് നമ്മുടെ യൂഷ്വൽ എക്സെപ്ഷൻസ്, സ്ലെറ്റ് പാസ്സായവരാണെങ്കിൽ
ഈ പറഞ്ഞതുപോലെ നമ്മുടെ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. PhD MPhil MEd ഉള്ളവരെ സെറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ എക്സംഷൻസും മറ്റു കാര്യങ്ങളൊക്കെ. ഇനി നമ്മുടെ HSST കെമിസ്ട്രി അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്തെന്ന് പറയുന്നത് NVT കെമിസ്ട്രി. NVT കെമിസ്ട്രിയുടെ നോട്ടിഫിക്കേഷൻ ഇതോടൊപ്പം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന് നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. കാരണം അത് നമുക്ക് ഡിസംബർ 12 വരെ ആയിരുന്നു അതിന്റെ ആപ്ലിക്കേഷൻ ഡേറ്റ്. അത് കഴിഞ്ഞു. അപ്പോൾ അത് കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ VHSEയിലേക്കാണ് നിയമനം വരുന്നത്. NVT ജൂനിയർ എന്നുള്ളതാണ്. അതും ജൂനിയർ പോസ്റ്റ് തന്നെയാണ്. കാറ്റഗറി നമ്പർ 445/2025 ആയിരുന്നു. സാലറി സ്കെയിൽ സെയിം ആണ്. അപ്പൊ മറ്റു കുറെ HSSTകൾ ഇപ്പൊ വന്നിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. പക്ഷെ കെമിസ്ട്രിക്കാർക്ക് മാത്രമുള്ള ഒരു ഭാഗ്യമാണ് NVTയുടെ നോട്ടിഫിക്കേഷൻ തൊട്ട് മുന്നേ വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഈ രണ്ട് പരീക്ഷകളും ഒരുമിച്ച് നടക്കും എന്ന് തന്നെയാണ്. അപ്പോൾ ഒറ്റ സിലബസ് പഠിച്ച് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് നിങ്ങൾക്ക് 2 വേക്കൻസികളിലേക്ക് കയറാനായിട്ട് സാധിക്കും. 2 സെറ്റ് ഓഫ് വേക്കൻസി നിങ്ങളുടെ മുന്നിൽ ഓപ്പണായി കിട്ടുകയാണ്. 2 വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കറിയാം വിദ്യാഭ്യാസ നയത്തിലൊക്കെ മാറ്റങ്ങൾ വരുന്നു, പുതിയ പരിഷ്കാരങ്ങൾ വരുന്നു, HSST ലയനം നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇനി എന്താ ഈ ഒരു HSST കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു NVT കഴിഞ്ഞ് ഇനി അടുത്തൊരു HSST ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. ഉണ്ടായേക്കാം. എങ്ങനെയാണെങ്കിലും +2 പഠിപ്പിക്കാൻ ആ ലെവലിൽ ക്വാളിഫിക്കേഷൻ ഉള്ള ടീച്ചേഴ്സ് വേണം. പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു അനിശ്ചിതത്വം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാൻസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അത് നിങ്ങൾ മിസ്സാക്കരുത്. കൃത്യമായിട്ട് ആ കാര്യങ്ങൾ നോക്കി, അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പറയുന്നത്. ഈ പറഞ്ഞ NVT + HSST എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മിസ്സാക്കരുത്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ സിലബസ് ആണ്. അപ്പൊ നമുക്കറിയാം 100 മാർക്കിന്റെ പരീക്ഷയാണ്. കെമിസ്ട്രി 70 മാർക്കും ബാക്കി 30 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ പാർട്ടാണ്. കെമിസ്ട്രി 70 മാർക്ക്, 30 മാർക്ക് ജനറൽ പാർട്ടുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കെമിസ്ട്രി PG ഉള്ള ആളുകളാണ്. അപ്പൊ കെമിസ്ട്രി ഒരു പക്ഷേ നിങ്ങൾക്ക് സ്ട്രോങ് ആയിരിക്കാം, അല്ലെങ്കിൽ കെമിസ്ട്രി നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. പക്ഷേ ഈ ജനറൽ പാർട്ട് എന്ന് പറയുന്നത് പലരും കുറച്ച് പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. പക്ഷെ പ്രത്യേകം മനസ്സിലാക്കുക, ആ 30 മാർക്കിന് വേണ്ടി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ സാധിക്കില്ല. റാങ്ക് ലിസ്റ്റിൽ എത്താൻ നമുക്ക് വേണമെങ്കിൽ താഴെ ആയിരിക്കും. പക്ഷെ താഴെ എത്തിയിട്ട് കാര്യമില്ല. നമുക്ക് ആദ്യ 10 വരണം. ആദ്യ 10 വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജനറൽ പാർട്ടിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ കെമിസ്ട്രിയുടെ സിലബസ് രാഹുൽ സാർ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഞാൻ ജനറൽ പാർട്ടിന്റെ കാര്യം ആദ്യം പറഞ്ഞതേ ഉള്ളൂ. 30 മാർക്ക് നമുക്കറിയാം റിനേസൻസ്, കോൺസ്റ്റിറ്റ്യൂഷന്, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, GK, കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഈ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും കോൺസ്റ്റിറ്റ്യൂഷനും നിങ്ങൾക്ക് അതിൽ നിന്ന് ഫുൾ മാർക്കൊക്കെ സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അത് അത്യാവശ്യം ഡീപ്പായിട്ട് ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണം നമ്മുടെ പഠനം. നമ്മുടെ I+ന്റെ കോഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ ജനറൽ പാർട്ടിൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ചും നെറ്റിനും ഒക്കെ I+ന്റെ ജനറൽ പേപ്പറിന്റെ കോച്ചിങ് ഉണ്ടായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കോഴ്സ് ഈ പറഞ്ഞ ജനറൽ പാർട്ടിന് വേണ്ടിയിട്ടും I+നുണ്ട്. അപ്പൊ നിങ്ങൾ അത് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കത് ടാക്കിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസവും HSST ജനറൽ പാർട്ടിന്റെ ഒരു വീഡിയോ ഒരു വെബിനാർ ഉണ്ടായിരുന്നു. അതിലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടാവും. എന്താണെങ്കിലും ജനറൽ പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ആദ്യം പറയുകയാണ്. അപ്പൊ അതിന് മുന്നേ നമുക്ക് കെമിസ്ട്രിയുടെ പാർട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കെമിസ്ട്രിയുടെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കെമിസ്ട്രിക്ക് നമുക്ക് സാറ് പറഞ്ഞ കണക്ക് തന്നെ 70 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. സിലബസ് വാസ്റ്റ് ആയിട്ടൊരു സിലബസ് ആണ്. പക്ഷെ എന്നാലും നമുക്ക് തുടക്കം തൊട്ടൊക്കെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കലി ഇന്ന് കുറച്ച് മാത്രമേ നമുക്ക് ഒരു 5 മാർക്കിന്റെ 3 സിലബസ് മാത്രമേ അല്ലെങ്കിൽ 3 മൊഡ്യൂൾ മാത്രമേ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇനോർഗാനിക്കും ഓർഗാനിക്കും ആണ്. ഓർഗാനിക് ആരും കൂടുതൽ ഫോക്കസ് ചെയ്തില്ലെന്ന് അറിയാം. കാരണം പക്ഷെ ആക്ച്വലി എളുപ്പം സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്ക് ഓർഗാനിക് ആണ് കേട്ടോ. വരുന്ന ഓർഗാനിക് എന്നാണ്. നമുക്ക് ആദ്യം എന്തായാലും നമുക്ക് 3 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഓരോ മൊഡ്യൂളിനും 8 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ മൊഡ്യൂൾസ് ഒന്ന് എനിക്ക് ജസ്റ്റ് ഇനോർഗാനിക് 1 നമുക്ക്
നോർമലി ഹൈഡ്രജൻ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹൈഡ്രജന്റെ കെമിസ്ട്രി ആണ്. അതിനകത്ത് നമുക്ക് ഹൈഡ്രജന്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതായത് പീരിയോഡിക് സിലബസ് മൊഡ്യൂളിനകത്ത് ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഉണ്ട്, എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, കെമിസ്ട്രി നോൺ ട്രാൻസിഷൻ എലമെന്റ്സ് ലൈക്ക് ഗ്ലാസ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിന്റെ കൂടുതലും കൺഫ്യൂസിങ് ആവും. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂ. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യരുത്. ഓക്കെ, രണ്ടാമത്തിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് HSAB പ്രിൻസിപ്പിൾ വരുന്നുണ്ട്. അത് ആസിഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫുൾ ആസിഡ്സ് ആൻഡ് ബേസിസിനെ ബേസ് ചെയ്താണ്. ഇനോർഗാനിക് എന്നുള്ള ആസിഡ്സ് ആൻഡ് ബേസിസിനെ ബേസ് ചെയ്താണ് കേട്ടോ. കുറച്ചൊരു നല്ലൊരു ടോപ്പിക്കാണ് സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. തേർഡിനകത്ത് നമുക്ക് കുറച്ച് കോമ്പൗണ്ടുകളാണ്. ബോറോൺ നൈട്രജൻ കോമ്പൗണ്ടുകൾ, സൾഫർ നൈട്രജൻ കോമ്പൗണ്ടുകൾ, അതായത് ഇനോർഗാനിക്കിലെ കോമ്പൗണ്ടുകൾ. അത് കൂടുതലും സൈക്ലിക് കോമ്പൗണ്ടുകളാണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചറും ഏതൊക്കെ ബോണ്ടുകളുണ്ട്, എത്ര PP ബോണ്ട് ഉണ്ട്, എത്ര PS ബോണ്ട് ഉണ്ട്, എത്ര സൾഫർ നൈട്രജൻ ബോണ്ടുകളുണ്ട്, അവർക്കിടയിൽ ഏത് ബോണ്ടാണ്. അപ്പം ഇത് ആ സ്ട്രക്ചറും കൂടെ കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനോർഗാനിക് കെമിസ്ട്രി 2 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് 8 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സിലാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇതൊരു നിങ്ങൾ സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് അവർ എടുത്ത് പറയാതെ കൺസ്ട്രക്ഷൻ ഓഫ് എനർജി ലെവൽ ഡയഗ്രാംസ്, കോറിലേഷൻ ഡയഗ്രാം, മെത്തേഡ് ഓഫ് ഡിസെൻഡിങ് സിമെട്രി, ദെൻ ടേം സിമ്പിൾസ്, കോറിലേഷൻ ഡയഗ്രാം, DN D10, ഒക്ടാഹെഡ്രൽ ടെട്രാഹെഡ്രൽ ഫീൽഡ്, ഓർഗൽ ഡയഗ്രാം, ടനാബെ സുഗാനോ ഡയഗ്രാം, ഇതൊക്കെ കോർഡിനേഷൻ കോമ്പൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ബേസിക്സ് പഠിച്ചാലേ നമുക്ക് ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ മെയിൻ ആയിട്ടും ബേസിക്സ് നമ്മൾ എന്തായാലും ബേസിക്സും കൂടെ എടുത്തിട്ട് ഈ സിലബസിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. നമ്മൾ ഏത് ടോപ്പിക് ആണെങ്കിലും ബേസിക്സ് പറഞ്ഞിട്ടേ നമ്മൾ ടോപ്പിക്കിലോട്ട് കയറാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതാണ് സ്പെക്ട്രോസ്കോപ്പി ക്ലിയർ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ തന്നെ ബാക്കി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം ഈ ഒരു ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഓർഗാനോ മെറ്റാലിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നോമൻക്ലേച്ചർ, അതിന്റെ സിന്തസിസ് ഉണ്ട്. ഓർഗാനോ മെറ്റാലിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഇനോർഗാനിക് കോമ്പൗണ്ടുകൾ, അതായത് കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ തന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടൊരു ടോപ്പിക് ആണെന്നേ ഉള്ളൂ. then അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മളുടെ ബയോ ഇനോർഗാനിക് കോമ്പൗണ്ടുകളാണ്. അതിനകത്ത് നമുക്ക് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്, നമ്മളുടെ അയണിന്റെ കോമ്പൗണ്ടുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് നമ്മളുടെ ഓക്സിജനെ കൊണ്ടുവന്ന ഹീമോഗ്ലോബിൻ, മയോഗ്ലോബിൻ, അതിന്റെ സ്ട്രക്ചർ, കാര്യങ്ങൾ അതെല്ലാം ഡിസ്കസ് ചെയ്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെക്കാനിസം, അയണിന്റെ സ്റ്റോറേജ്, അയണിന്റെ ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു സിലബസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമ്മുടെ ഇനോർഗാനിക് എന്നാണ്. അതുകൊണ്ട് ഒരു പോർഷൻ പോലും നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. കറക്റ്റ് ഓരോ ടോപ്പിക്കും എടുത്തെടുത്ത് പഠിച്ച് ക്ലിയർ ആക്കി പോയാൽ അത് നിങ്ങൾ പ്ലസ് ടു പഠിക്കണം, ഡിഗ്രിയുടെ ടോപ്പിക്സ് പഠിക്കണം, ജാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം ഡിഗ്രിയുടെ, അതിനുശേഷമാണ് നിങ്ങൾ PG ലെവലിലോട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയാലേ നമുക്ക് ലോ ലെവലിൽ നിന്ന് ചോദിച്ചാലും ഹൈ ലെവലിൽ നിന്ന് ചോദിച്ചാലും ഒരേ കണക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി തിയറി ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പം 3 മൊഡ്യൂളായിട്ട് നമുക്ക് 8 മൊത്തം 24 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ടും നമ്മളുടെ ന്യൂമറിക്കൽസിന്റെ ഒരു സെക്ഷൻ കൂടി ഇതിനകത്ത് ചെറുതായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ഉണ്ട്, അതിനകത്ത് കുറച്ച് ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇക്വേഷൻ സെറ്റ് ചെയ്യേണ്ടതൊന്നും അല്ല, വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആകെപ്പാടെ ബ്രാക്സ് ഇക്വേഷനിൽ നിന്ന് മാത്രമാണ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ബാക്കിയെല്ലാം നോർമലി നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. പിന്നെ ന്യൂക്ലിയർ കെമിസ്ട്രി ഉണ്ട്, ദെൻ അതിനുശേഷം ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് സോളിഡ്സ് ഉണ്ട്, ദെൻ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഉണ്ട്, ദെൻ കളർ ഓഫ് ഇനോർഗാനിക് സോളിഡ്സ് ഉണ്ട്, ദെൻ ഇനോർഗാനിക് അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ടോപ്പിക്കാണ് ഈ ലാസ്റ്റ് കൊടുത്തേക്കുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത്. പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസും ഡെഫിനറ്റ്ലി കുറവായിരിക്കും കേട്ടോ. അപ്പൊ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. കാൽസിനോജൈഡ് ആയാലും പിന്നെ അതേക്ക് തന്നെ ഇനോർഗാനിക് പിഗ്മെന്റ്സ് ആയാലും അതൊരു പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്തായാലും നമ്മൾ അതിന്റെയും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പം ഈ 3 മൊഡ്യൂളും തിയറി ബേസ്ഡ് ആണ്, കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം 24 മാർക്കാണ്. ദെൻ അതിനുശേഷം മൊഡ്യൂൾ 4 പോയി കഴിഞ്ഞാൽ ഇനിയുള്ള 3 മൊഡ്യൂൾസ് നമുക്ക് ഓർഗാനിക് ആണ്. ഓർഗാനിക് 1 നമുക്ക് നോമൻക്ലേച്ചർ പഠിക്കാനുണ്ട്. ദെൻ അതിനുശേഷം സ്റ്റീരിയോ കെമിസ്ട്രിയുടെ കുറച്ച് ടോപ്പിക്ക് നമ്മൾ അവരുടെ സിലബസിൽ നമുക്ക് മൊഡ്യൂൾ 4 വരുന്നുണ്ട്. ഇആർടിഎസ് നോമൻക്ലേച്ചർ, ആർആൻഡ്എസ് നോമൻക്ലേച്ചർ, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ. ദെൻ റീസൈ ഫേസസ്, ഇതെല്ലാം
ആയിട്ട് വരുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അങ്ങനെ കൊടുക്കാതെ ഓർഗാനിക് കെമിസ്ട്രി ആണെന്ന് പറഞ്ഞ് കൊടുത്തേക്കാണ്. പിന്നെ നമുക്ക് കുറച്ച് ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ട്. SN1 SN2 മെക്കാനിസം ഉണ്ട്. ദെൻ അതിനകത്ത് തന്നെ നമുക്ക് SN1 CB വരുന്നുണ്ട്, SN1 ഡാഷ് SN2 ഡാഷ് SNI റിയാക്ഷൻ, SNAR റിയാക്ഷൻ, അങ്ങനെ കുറച്ച് മെക്കാനിസംസ്. അതിനുശേഷം E1 E2 മെക്കാനിസംസ്, അതിന്റെ കാര്യങ്ങളല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളല്ല. ഓക്കെ, ഇതാണ് നമുക്ക് ഓർഗാനിക്കിൽ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഒരു കാര്യം, ഓർഗാനിക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക്സ് തൊട്ടൊക്കെ പഠിച്ചു പോയാലേ ഓർഗാനിക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഓർഗാനിക് 2 നമുക്ക് കുറച്ച് റിയാക്ഷൻസ്, നെയിംഡ് റിയാക്ഷൻ ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കെമിസ്ട്രി എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ നെയിംഡ് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ റിയാക്ഷന്റെ നെയിം എന്താണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന റിയാക്ഷനോ ഏത് ഇന്റർമീഡിയറ്റ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നെയിംഡ് റിയാക്ഷൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ദെൻ അതിനുശേഷം നമുക്ക് കുറച്ച് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ഉണ്ട്. ദെൻ ഹാമറ്റ് ഇക്വേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാമറ്റ് പ്ലോട്ടും കാര്യങ്ങളും എല്ലാം. അത് ഓർഗാനിക് കെമിസ്ട്രി 2 അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8 മാർക്കിനാണ് ഈ മൊഡ്യൂൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മൊഡ്യൂളിന്റെ ബാക്കി എന്ന് പറയുന്നത് നമ്മളുടെ റിട്രോസിന്തസിസ്, അത് പുതിയൊരു സെക്ഷനാണ്. ദെൻ അതിനൊക്കെ ബെൻസോയിൻ കണ്ടൻസേഷൻ, അതൊക്കെ റീഅറേഞ്ച്മെന്റ് സെക്ഷനാണ്. നെഗോഷ്യ, സാങ്കോഷില, കൊമാദ, സ്റ്റില്ലെ ആൻഡ് സുസുക്കി കപ്ലിംഗ്, ഇതൊക്കെ നമ്മൾ കൂടുതലും ഓർഗാനോ മെറ്റാലിക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കത്തുള്ളൂ. ഹെക് കപ്ലിംഗ്, സുസുക്കി, നെഗോഷ്യ, കൊമാദ, സ്റ്റില്ലെ, ഇതൊക്കെ നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് വരുന്ന കപ്ലിംഗ് റിയാക്ഷൻസ് ആണ്. അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഇനോർഗാനിക് ഓർഗാനോ മെറ്റാലിക് റിയേജൻസ് നമ്മളുണ്ട്. അതിനകത്ത് കുറച്ച് റിയേജൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് നമ്മളുടെ ടെബേസ് റിയേജന്റ്, ദെൻ ഗ്രിഗ്നാർഡ് റിയേജന്റ്, ഇതിനകത്ത് ടെബെ റിയേജന്റും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓർഗാനോ മെറ്റാലിക്സിലും പഠിക്കുന്നുണ്ട് കേട്ടോ. ഓർഗാനോ മെറ്റാലിക്സിലാണ് അതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, ദെൻ ഓർഗാനിക് മൊഡ്യൂൾ 2 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, മൊഡ്യൂൾ 6 പോയി കഴിഞ്ഞത് ഓർഗാനിക്കിന്റെ മൊഡ്യൂൾ 3 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ കെമിക്കൽ പ്രോസസ് ഉണ്ട്, സിംഗിളറ്റ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഉണ്ട്. അതായത് നമുക്ക് കൂടുതലായിട്ടും നമ്മളുടെ എന്താ പറയണ്ട, മറ്റേ ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ വരുന്നത് ഈ ഒരു സെക്ഷനകത്താണ്. അത് കണക്ക് തന്നെ നമുക്ക് കോറിലേഷൻ ഡയഗ്രാം വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫോട്ടോസ്, ലൈറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ഇല്ലേ, അതായത് ഡീസാൾട്ട് റിയാക്ഷൻ, നമ്മളതിന് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. അത് ഈ ഒരു സെക്ഷനകത്താണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പിന്നെ നാച്ചുറൽ പ്രൊഡക്ട്സ്, അതായത് നമ്മളുടെ ഓർഗാനിക് പ്രൊഡക്ട്സ് ഇല്ലേ, ടെർപീൻസ്, സ്റ്റെറോയിഡ്സ്, ആൽക്കലോയിഡ്സ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, അത്. ദെൻ ഓർഗാനിക് സിന്തസിസ്, അതും ഈ ഒരു സെക്ഷനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓർഗാനിക് 3 8 മാർക്കാണ് കേട്ടോ. ഓർഗാനിക് എന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റൂ, കാരണം മിക്കവരും ഓർഗാനിക് പഠിക്കാറില്ല, പക്ഷെ ഓർഗാനിക് പഠിച്ചേ പറ്റും കേട്ടോ. ഓക്കെ, അതിനകത്ത് ബാക്കി വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് പോളിമറൈസേഷൻ, പ്രോട്ടീൻ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ദെൻ ഓർഗാനിക് കെമിസ്ട്രി, സ്പെക്ട്രോസ്കോപ്പി. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു 3 മൊഡ്യൂൾസിനകത്ത് വരുന്നത്. ഈ 2 മൊഡ്യൂളും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൊത്തം 24 48 മാർക്കിനാണ് ഈ 2 ഓർഗാനിക്കും ഇനോർഗാനിക്കും കൂടെ ചേർന്ന് വരുന്നത്. അതിനകത്ത് ഇനോർഗാനിക് നമുക്ക് പ്രശ്നമല്ല, തിയറി ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ആ പാറ്റേൺ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് നേരത്തെ പഠിച്ച് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം തീരുന്നതേ ഉള്ളൂ. അതല്ല, നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ബണ്ടിലാവത്തേ ഉള്ളൂ. കാരണം നിങ്ങൾ ഇനോർഗാനിക്കിന്റെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഒരു ടോപ്പിക്, ഇപ്പം കെമിസ്ട്രി ഓഫ് അയൺ എന്ന് മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. പക്ഷെ കെമിസ്ട്രി ഓഫ് അയണിനകത്ത് നമുക്ക് അയണിന്റെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി ഓഫ് അയൺ പറയുമ്പോഴത്തേക്ക് അയണിന്റെ കോമ്പൗണ്ട് ഇടുന്നതിന് ഹീമോഗ്ലോബിൻ ഉണ്ട്, മയോഗ്ലോബിൻ ഉണ്ട്, ദെൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെക്കാനിസം, അതിൽ സൈറ്റോക്രോംസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക് എന്ന് പറയുമ്പോൾ കെമിസ്ട്രി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്, അതിനകത്ത് നമുക്ക് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഡിസ്കസ് ചെയ്യണം, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ചെറിയൊരു ഹെഡിങ്ങിലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ടേ കവർ ചെയ്ത് പോയാലേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഹെഡിങ് ആകുമ്പോൾ നമ്മൾ ചെറിയ ഇച്ചിരിയേ ഉള്ളൂ, പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനോർഗാനിക് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ, കാരണം തിയറി ബേസ്ഡ് ആണ് ഇനോർഗാനിക്. നമുക്ക് ഫിസിക്കൽ ആണക്കല്ല, ഫിസിക്കൽ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, കാരണം കൂടുതലും ന്യൂമറിക്കൽസ് ആണ്. ഓക്കെ, നമുക്ക് ഫിസിക്കലിന്റെ സിലബസ് കൂടെ നോക്കാം. മൊത്തം നമുക്ക് 15 മാർക്കിനാണ് ഫിസിക്കൽ 3 ചോദിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മളുടെ ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനോർഗാനിക്കിൽ. ഇവിടെയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. യൂഷ്വൽ നമുക്ക് മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്, വാൻ ഡെർ വാൾസ് ഇക്വേഷൻ, അതിന്റെ ഡീവിയേഷൻ, ദെൻ റിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ, വിഡിയൽ ഇക്വേഷൻ, ഇതെല്ലാം നമ്മളുടെ റിയൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്, അത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് സോഴ്സിനകത്ത് ക്രിസ്റ്റൽ സിമെട്രി, ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക് ആൻഡ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ക്രിസ്റ്റൽ ഡിഫക്ട്സ്. പിന്നെ ലിക്വിഡ്സിനകത്ത് നമുക്ക് തിയറി ഓഫ് കാൽക്കുലേഷൻ ഓഫ് സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ലിക്വിഡ് ക്രിസ്റ്റൽസ് ആൻഡ് ദെയർ ആപ്ലിക്കേഷൻ. ഇത് 3 ഈ ഫിസിക്കൽ കെമിസ്ട്രി 1 ആദ്യം കൊടുത്തേക്കുന്ന 3 ഗേഷ്യസ്, 3 സ്റ്റേറ്റ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാ ഇങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും. പിന്നെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തിലോട്ട് പോകാം നമുക്ക് ഫിസിക്കലിന്റെ 1.
തെർമോഡൈനാമിക്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ഉണ്ട്, കെമിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്. ഇത് മൂന്നും ഈ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നിങ്ങൾ +2 പഠിച്ചതാണെങ്കിൽ 60% പോർഷൻ +2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 40% ഉള്ളൂ. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് നമ്മൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരു സെക്ഷനാണ്. അത് നിങ്ങൾ ഡിഗ്രിക്കായിരിക്കും പഠിച്ചു തുടങ്ങിയത്, പക്ഷേ PG-യിലാണ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നത്. കെമിക്കൽ ഇക്വിലിബ്രിയത്തിലാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 പോർഷൻ പഠിച്ച ഒരാൾക്ക് ഒരു 70% കെമിക്കൽ ഇക്വിലിബ്രിയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളോടൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത മൊഡ്യൂൾ നോക്കാം നമുക്ക്. അടുത്തത് ഫിസിക്കൽ 2 ആണ്. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സർഫസ് കെമിസ്ട്രി ആണ്. അതിനകത്ത് അഡ്സോർപ്ഷൻ, മോണോലെയർ, മൾട്ടി ലെയർ ഈസി ആയിട്ട് കവർ ചെയ്ത് പോകുന്ന ഒരു തിയറി ബേസ്ഡ് ടോപ്പിക്കാണ്. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ നിന്ന് വരുന്നില്ല. സെക്കൻഡ് ടോപ്പിക് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ കണക്ക് അതിന്റെ തൊട്ട് താഴെ കൈനറ്റിക്സ് ആണ്. ഈ രണ്ട് പോർഷന്റെയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 80%ഓളം +2 ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 80%ഓളം ക്വസ്റ്റ്യൻ +2 ലെവൽ ആണ്. കാരണം +2 ലെവൽ തന്നെ നിങ്ങൾ 80% പഠിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് മാത്രമാണ് ഡിഗ്രിയിലും PG-യിലും ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ താഴെ കൊടുത്തേക്കുന്നത് കറ്റാലിസിസ് ആണ്. നമ്മുടെ കാറ്റലിസ്റ്റ് നമ്മുടെ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക് തന്നെയാണ്. അവിടെ തന്നെ ആയിരിക്കും നമ്മൾ അതും ഡിസ്കസ് ചെയ്യുന്നത്. ഹെഡിങ് ബേസ് ആയിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ MCQസും കൂടെ വർക്ക്ഔട്ട് ചെയ്യും. അത് തിയറി ബേസ്ഡ് വർക്ക്ഔട്ട് ചെയ്യും, പ്രീവിയസ് ഇയറും വർക്ക്ഔട്ട് ചെയ്യും കേട്ടോ. കാരണം പ്രീവിയസ് ഇയർ വർക്ക്ഔട്ട് ചെയ്താലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. തിയറി ബേസ്ഡ് വർക്ക്ഔട്ട് ചെയ്താലേ നിങ്ങൾക്ക് തിയറി എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഫിസിക്കൽ 3 നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഇച്ചിരി പാടുള്ള ടോപ്പിക്കാണ്, പക്ഷെ നമ്മൾ ഈസി ആയിട്ട് അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഫുൾ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഓക്കെ, അതിനകത്ത് നമുക്ക് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഉണ്ട്, പാർട്ടിക്കിൾ ആൻഡ് 1D ബോക്സ് ഉണ്ട്, ദെൻ അതിനൊക്കെ എംഒ ഡയഗ്രാംസ് ഉണ്ട്, വേവ് ഫംഗ്ഷൻസ് ഉണ്ട്, മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ. ഓക്കെ, പോളിസ് ആന്റിസിമെട്രിക് റൂൾ ഉണ്ട്, സ്പിൻ കപ്ലിംഗ് ഉണ്ട്, ടേം സിമ്പിൾസ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കെമിക്കൽ ബോണ്ടിങ് ഉണ്ട്. ഇതെല്ലാം അതുമായിട്ട് ബന്ധം, അതായത് നമ്മളുടെ ബേസിക് കെമിസ്ട്രി. ഓക്കെ, സോ മൊഡ്യൂൾ 3യുടെ ബാക്കി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കലിന്റെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി ഉണ്ട്. അത് പുതിയൊരു ടോപ്പിക്കാണ്. വളരെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ റയറായിട്ട് ചോദിച്ചോളൂ. മെത്തേഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചിരുന്നാൽ മതി. മെത്തേഡ്സിന്റെ തിയറി മാത്രം പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം ബോസൈൻസിൻ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് അതിന്റെ കുറച്ച് പോർഷൻസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് തിയറി ഉണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഗ്രൂപ്പ് തിയറിയിൽ. സാധാരണ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്, പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അടുത്തത് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആണ്. അതിനകത്ത് നമുക്ക് ഒരുപാട് സ്പെക്ട്രോസ്കോപ്പി, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, രാമൻ, ഇലക്ട്രോണിക്, NMR, ESR, ദെൻ MOSBR ഇതെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും, അങ്ങനെ കൊടുത്തിട്ടുള്ളൂ എങ്കിലും കേട്ടോ. സ്പെക്ട്രോസ്കോപ്പി ഒരു വാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ഒന്നും പറയാതെ ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട് 7 മാർക്കിന്. കുറെ പുതിയ കാര്യങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നമുക്ക് കെമിസ്ട്രി ഓഫ് അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട്, ക്രൊമാറ്റോഗ്രഫി വരുന്നുണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ നമ്മളുടെ TG, DTA, DSC അതിനൊക്കെയുള്ള മെത്തേഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ്. ദെൻ Q ടെസ്റ്റ്, F ടെസ്റ്റ് ഇതെല്ലാം അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ അനലിറ്റിക്കൽ കെമിസ്ട്രി PG ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടെസ്റ്റുകളെല്ലാം, കാരണം നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഗ്രീൻ കെമിസ്ട്രി അല്ലെ, നമുക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. നമ്മുടെ അനലിറ്റിക്കൽ കെമിസ്ട്രി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ആ കാര്യം. ദെൻ അതിനുശേഷം കുറച്ച് മെറ്റീരിയൽസ് ആണ്. ദെൻ കുറച്ച് പുതിയ ടോപ്പിക്ക് സൂപ്പർ മോളിക്കുലർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പണ്ടോട്ടൊക്കെ കേൾക്കുന്ന തന്നെയാണ്, പക്ഷെ അതും നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയത്. സോ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പാറ്റേൺ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം അനലിറ്റിക്കൽ കെമിസ്ട്രി തന്നെ ആണെങ്കിൽ ഈ ഒരു സിലബസിൽ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എടുക്കുന്നു. അതിൽ ഇപ്പോൾ ഇവല്യൂഷൻ ഓഫ് അനലിറ്റിക്കൽ ഡേറ്റയിൽ ആക്യുറസി ആൻഡ് പ്രിസിഷൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യന്റ് വേരിയേഷൻ, ഈ 4 കാര്യങ്ങളുമാണെങ്കിൽ ആ 4 കാര്യങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. സിലബസിന്റെ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. നമ്മൾ ബേസിക് ലെവലിൽ നിന്നായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിന്റെ MCQs ചെയ്യുന്നു. ഞാൻ പറഞ്ഞ 2 സെക്ഷനാണ് നമ്മൾ MCQs ചെയ്യുന്നത്. അത് ഈ നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ കൂടെ തന്നെയാണ് MCQ ചെയ്യുന്നത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് തിയറി ബേസ്ഡ് ആണ്. തിയറി ബേസ്ഡ് പഠിച്ചാൽ നിങ്ങൾ പഠിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്താലേ ഏത് ലെവലിൽ നിന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും. സോ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഒരുപാട് ഡേയ്സ് ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെക്കാതിരിക്കാൻ മാക്സിമം. കാരണം നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, വാസ്റ്റ് ടോപ്പിക്കാണ്, വാസ്റ്റ് സിലബസ് ആണ്.
സാറ് കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുകയുണ്ടായി. 9 മൊഡ്യൂളുകളായിട്ട് ഈ പറഞ്ഞ 70 മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇൻഓർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ, എൻവയോൺമെന്റൽ എന്നിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് ബാക്കിയുള്ള 30 മാർക്ക് നമ്മൾ ജനറൽ പാർട്ടാണ്. ജനറൽ പാർട്ടിൽ പാർട്ട് 2 റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്കിനുണ്ട്. വളരെ കൃത്യമായിട്ട് സിലബസിൽ ഇത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് 10 മാർക്കിന് ഉണ്ട്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷന്, സോഷ്യൽ വെൽഫെയർ സ്കീംസ്, അതും സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ അതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും 10 മാർക്കിന് നമുക്ക് കയറുന്നുണ്ട്. 10 മാർക്കുണ്ട് ആ ഒരു സിലബസിനും. പിന്നീട് GK, കറണ്ട് അഫയേഴ്സ്, റിനേസൻസ് ഇൻ കേരള. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 പാർട്ട് 2 ആൻഡ് 3 നിങ്ങൾക്ക് കൃത്യമായിട്ട് മാക്സിമം ഒരു 15 മാർക്കെങ്കിലും അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നീട് GK, കറണ്ട് അഫയേഴ്സ്, റിനേസൻസ് അത് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് ടോപ്പിക്കാണ്. റിനേസൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. പക്ഷെ ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്ന് വന്നേക്കാം എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ 30 മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ I+ന്റെ ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, നോട്ടുകൾ നമ്മൾ I+ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഇതിനുള്ളിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട് വീക്ക്ലി. അപ്പോൾ അതിലേക്കൂടെയാണ് നമ്മൾ ലൈവിലൂടെ തന്നെയാണ് MCQs ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുക. കൂടാതെ ക്ലാസ്സുകളും ടോപ്പ് നോച്ച് ആയിട്ടുള്ള സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മുൻപുള്ള പരീക്ഷകൾ കെമിസ്ട്രിയുടെയും അതുപോലെ തന്നെ NBTയുടെ തന്നെ മുൻപ് നടന്ന പരീക്ഷകളിലൊക്കെ റാങ്ക് ജേതാക്കളായ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ഇന്റർവ്യൂ സെഷൻ ഉൾപ്പെടെ നിങ്ങൾ പരീക്ഷ വരെ, നിങ്ങൾ ജോലിയിൽ കയറുന്നവരെ നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പൊ ഈ വർഷം നിങ്ങളുടെ ഒരു ഇയർ ആണ്. 2026 സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഹയർ സെക്കൻഡറിയിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് I+ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. I+ന്റെ ബാച്ചിലേക്ക്, C50 ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അഡ്മിഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജസ്റ്റ് ഒന്ന് ഒരു വാട്സപ്പ് മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഒന്ന് കോൾ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നതാണ്. സിലബസുമായി ബന്ധപ്പെട്ടോ മറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. സാറ് അല്ലെങ്കിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട റിപ്ലൈ തരുന്നതാണ്. എന്താണെങ്കിലും പഠിക്കുക, ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കുക. നിങ്ങളിപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം 4 മാസമാണ് അല്ലെങ്കിൽ ഒരു 5 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് 5 മാസം എന്ന് പറഞ്ഞാൽ 5x6 അത്രയും ദിവസങ്ങളാണ് ഒരു നമ്മുടെ 5x30 അത്രയും ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു 150-160 ദിവസങ്ങളാണ്. അതിൽ ഓരോ ദിവസവും കൗണ്ട് ചെയ്യും, ഓരോ ദിവസവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട്, നിങ്ങളുടെ മുന്നിൽ സ്റ്റിക്കി നോട്ട് ഉണ്ടെങ്കിൽ ആ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് നിങ്ങളുടെ പേര് എഴുതുക. ഇപ്പം ഞാനാണെങ്കിൽ നിതിൻ എന്ന് എഴുതുക. താഴെ HSST കെമിസ്ട്രി റാങ്ക് എത്രയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്ക്, ആ റാങ്ക് ആ സ്റ്റിക്കി നോട്ടിൽ എഴുതുക. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ദിവസവും പഠിച്ച ശേഷം ആ സ്റ്റിക്കി നോട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വയ്ക്കുക. റാങ്ക് 1, ഞാനാണെങ്കിൽ റാങ്ക് 1 എന്ന് എഴുതും. റാങ്ക് 1 അത് അവിടെ ഒട്ടിച്ച് വയ്ക്കുക. പഠിച്ചു കഴിഞ്ഞ ശേഷം അങ്ങനെ ഏതൊക്കെ ദിവസങ്ങൾ പഠിക്കുന്നോ ആ ദിവസങ്ങളെല്ലാം ഭിത്തിയിൽ ഈ സ്റ്റിക്കി നോട്ട് ഇങ്ങനെ പതിഞ്ഞുകൊണ്ടേയിരിക്കും. പഠിച്ച ശേഷം മാത്രമേ അത് ഒട്ടിക്കാവൂ. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യും, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇൻക്രീസ് ചെയ്യും, നിങ്ങൾ റാങ്കിലേക്ക് എത്തുന്നു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഈ ഒരു വേക്കൻസി ഉള്ളെങ്കിൽ ആ വേക്കൻസി നമുക്കുള്ളതാണ് എന്നുള്ള മോട്ടിവേഷനോട് കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പോർഷൻസ് നമുക്ക് ഒരു മാർച്ച് പകുതിയോടുകൂടി തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 മന്ത് 2 മന്ത്സ് വേണമല്ലോ. അപ്പോൾ പിന്നീട് അതിനുശേഷം റിവിഷൻ ക്ലാസ്സുകളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാവുക. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്കൊരു മാർച്ച് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ മൊഡ്യൂൾസിന്റെയും ഒരു 100-300 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്രീവിയസും കൂടെ ഉൾപ്പെടുത്തി പുതിയ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുന്ന രീതിയിൽ ചെയ്താലേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പണ്ടത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതും കൂടെ ബേസ് ചെയ്ത് നമുക്ക് ആദ്യം മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം എല്ലാ മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഓരോ മൊഡ്യൂളിന്റെയും ഓരോ ഹെഡിങ്ങിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്കിപ്പം നമ്മുടെ സിലബസിൽ നമുക്ക് മെയിനായിട്ടും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ ചോദിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1, 2, 3 പറഞ്ഞിട്ട് ചിലപ്പോൾ പല സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. എന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പം PSCയിൽ. അപ്പൊ അതും നമുക്ക് ചെയ്യണം. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്യണം. കാരണം നമുക്ക് ഒരു രീതിയിലും മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അക്ഷയ ട്രയൽ ക്ലാസ്
ട്രയൽ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു നമ്പറിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. കൃത്യമായിട്ട് നമ്മുടെ ട്രയൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് കണ്ട ശേഷം ട്രയൽ ക്ലാസ് കണ്ട് നമ്മുടെ കോഴ്സ് നോക്കിയ ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതിയാവും. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കാൻ മറക്കരുത്. കാരണം നമുക്കറിയാം ചിലവർ വിട്ടുപോയേക്കാം. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ഇന്ന് തന്നെ, ഈ വെബിനാർ കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ പോയി ആപ്ലിക്കേഷൻ കൊടുക്കുക. കാരണം ലാസ്റ്റിലേക്ക് പഠിക്കും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ മറന്നു പോകും. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ലാസ്റ്റത്തേക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കരുത്. കാരണം എല്ലാവരും ഇത് കണക്ക് തന്നെ ആയിരിക്കും. നമ്മൾ ആദ്യം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നമ്മൾ തരുന്ന വീഡിയോസിനനുസരിച്ച് പോർഷൻസ് കവർ ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ഓക്കെ, ലൈവ് ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഓരോ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നതായിരിക്കും. ആ മൊഡ്യൂളിന്റെ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിന് ജോയിൻ ചെയ്യുക. അതിനുശേഷം മൊഡ്യൂൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ മൊഡ്യൂളിന്റെയും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് പോക്കുക. എല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും, പക്ഷേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാർ കുറവായിരിക്കും. ആ പാറ്റേൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്ക് കിട്ടുകയും ചെയ്യും. കറക്റ്റായിട്ട് നമുക്ക് മുന്നിലെത്താനും പറ്റും. ഓക്കെ, മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തീരുമാനമെടുത്ത് ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. I+ന്റെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റഡി പ്ലാൻ പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. കൃത്യമായിട്ട് പഠിക്കാനും അടുത്ത വർഷത്തെ ഈ ഒരു ഇതേപോലൊരു വെബിനാറിൽ ഞാനും സാറും ഉൾപ്പെടെ നിങ്ങളുടെ 1ാം റാങ്ക് കിട്ടിയ കുട്ടികളുടെ വീട്ടിലേക്ക് നമ്മൾ വരും. ആദ്യ 10 റാങ്കിൽ വന്നാൽ ഉറപ്പായിട്ട് ഞങ്ങൾ അവിടെ വരും. അങ്ങനെ കുറെ ഇന്റർവ്യൂസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുറെ പേരുടെ വീടുകളിലേക്ക് വരാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് 2026 എൻഡോടുകൂടി നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്താനും 27ഓടുകൂടി നിങ്ങൾ സർവീസിൽ കയറാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.